നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇൻസൈറ്റ് അവതരിപ്പിക്കുന്ന ഓഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിജിപ്രിയ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യൻ വ്യവസായത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റ. ആധുനിക ഇന്ത്യൻ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജംഷഡ്ജി ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിതമായത് കണ്ട്ല, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിതമായത് കാണ്ട്ല, ഗുജറാത്ത്. വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം നൽകുന്ന സ്ഥാപനം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവിൽ വന്ന വർഷം 1987 ഏപ്രിൽ 1. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവിൽ വന്ന വർഷം 1987 ഏപ്രിൽ 1. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച മേഖല പ്രത്യേക സാമ്പത്തിക മേഖല അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോൺ, സെസ്. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച മേഖലയാണ് പ്രത്യേക സാമ്പത്തിക മേഖല അഥവാ സ്പെഷ്യൽ എക്കണോമിക് സോൺ അഥവാ സെസ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് തുണിത്തരങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് തുണിത്തരങ്ങളാണ്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്, 18-ാം നൂറ്റാണ്ട്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട്, 18-ാം നൂറ്റാണ്ടിലാണ് ഇത് ആരംഭിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യാവസായിക മന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജിയാണ്. അപ്പോൾ നമ്മൾ വ്യവസായത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു ബേസിക് കുറച്ച് ഫാക്റ്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യവസായത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരുത്തി തുണി വ്യവസായത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പരുത്തി തുണി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി വ്യവസായം. ഏറ്റവും പഴക്കം ചെന്ന കാർഷിക വ്യവസായം ചോദിച്ചാലും പരുത്തി വ്യവസായമാണ്. അപ്പോൾ രണ്ട് ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം, ഏറ്റവും പഴക്കം ചെന്ന കാർഷിക വ്യവസായം. രണ്ടിൻ്റെയും ഉത്തരം പരുത്തി വ്യവസായമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ. അതുപോലെ ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം മുംബൈ. അപ്പോൾ രണ്ട് ചോദ്യം: ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ, ഏറ്റവും വലിയ പരുത്തി ഉൽപ്പാദന കേന്ദ്രം മുംബൈ. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് സിന്ധു നദീതട നിവാസികളാണ്. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത്. പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. പരുത്തിയുടെ ജന്മദേശം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന രാജ്യവും ചൈന. അപ്പോൾ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യവും കയറ്റുമതി ചെയ്യുന്ന രാജ്യവും ചൈന തന്നെയാണ്. ഈ രണ്ട് ചോദ്യത്തിൻ്റെയും രണ്ടാം സ്ഥാനം വരുന്നത് ഇന്ത്യക്കാണ്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. അടുത്തത്, കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തിയുടെ ശാസ്ത്രീയ നാമം ഗോസിപ്പിയം ഹിർസുട്ടം എന്നാണ്. പരുത്തിയുടെ ശാസ്ത്രീയ നാമം ഗോസിപ്പിയം ഹിർസുട്ടം എന്നാണ്. തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊല്ലമാണ്. 1881 കൊല്ലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് സിൻഡൻ എന്നാണ്. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് സിൻഡൻ എന്നാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തുണി വ്യവസായ കേന്ദ്രം മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട്. ഇനി മാഞ്ചസ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, ഗുജറാത്ത്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ, ഉത്തർപ്രദേശ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, തമിഴ്നാട്. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, ജപ്പാൻ. അപ്പോൾ ഒന്നുകൂടി, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ്, ഗുജറാത്ത്. വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കാൺപൂർ, ഉത്തർപ്രദേശ്. തെക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ കോയമ്പത്തൂർ, തമിഴ്നാട്. കിഴക്കിൻ്റെ മാഞ്ചസ്റ്റർ ഒസാക്ക, ജപ്പാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈ ആണ്. കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് മുംബൈ 1854. അപ്പോൾ മുംബൈയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു 4 ചോദ്യം പറഞ്ഞു. ഇന്ത്യയുടെ പരുത്തി തുറമുഖം, ഏറ്റവും വലിയ പരുത്തി ഉൽപാദന കേന്ദ്രം, കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത്. ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരം മുംബൈ ആണ്. അവസാനം പറഞ്ഞ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായത് 1854. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായ വർഷം 1818. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായ വർഷം 1818. അത് ഫോർട്ട് ഗ്ലേസിയർ, കൊൽക്കത്തയിലാണ് സ്ഥാപിതമായത്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ട്, ഹരിയാന. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ട്, ഹരിയാന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈയിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈയിൽ നിന്നാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് കാണ്ഡലയിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് കാണ്ഡല. അപ്പോൾ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ മുംബൈയിൽ നിന്നും, തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ കാണ്ഡലയിൽ നിന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തുണിത്തരങ്ങൾ തന്നെയാണ്. ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. ഇന്ത്യയിലെ ഡെനിം സിറ്റി എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. റീസെൻ്റായിട്ട് PSCയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം ഏത്? പരുത്തി വ്യവസായം. ലാബ് അസിസ്റ്റൻറ്റിന് 2018 ചോദിച്ച ഒരു ചോദ്യമാണ്. പരുത്തി വ്യവസായം എന്നാണ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം പരുത്തി വ്യവസായം. ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇതോടുകൂടി പരുത്തി വ്യവസായത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിലേറ്റവും നമുക്ക് പുതിയതായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. പരുത്തിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഗോസിപ്പിയം ഹിർസൂട്ടം എന്നാണ്. പരുത്തിയുടെ ശാസ്ത്രീയ നാമം ഗോസിപ്പിയം ഹിർസൂട്ടം എന്നാണ്. പിന്നെ ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചിരുന്നത് സിൻഡൻ എന്നാണ്. ഗ്രീക്കുകാർ പരുത്തിയെ വിശേഷിപ്പിച്ചത് സിൻഡൻ എന്നാണ്. ലോകത്തിൽ ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് ആരാണ്? സിന്ധു നദീതട നിവാസികളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പരുത്തി തുണി വ്യവസായത്തെക്കുറിച്ചുള്ള പോയിൻറ്റ്സ്. നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേയില വ്യവസായത്തെക്കുറിച്ചാണ്. തേയില വ്യവസായമാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തേയില വ്യവസായത്തെക്കുറിച്ച് വളരെ കുറച്ച് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. തേയില ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ആസാം. തേയില ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ആസാം. തേയിലയുടെ ശാസ്ത്രീയ നാമം കമേലിയ സൈനൻസിസ് എന്നാണ്. തേയിലയുടെ ശാസ്ത്രീയ നാമം കമേലിയ സൈനൻസിസ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്താണ് തേയില കൃഷി ആരംഭിച്ചത്.
അങ്ങനെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് തേയില കൃഷി ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ആസാം, നീലഗിരി, ഡാർജിലിംഗ്. ഈ 3 സ്ഥലങ്ങളിലാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് തേയില കൃഷി ആരംഭിച്ചത്. ഇന്ത്യ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് 1940-കളിൽ ആണ്. അത് ബ്രിട്ടീഷുകാരാണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ കോഫി ഹൗസ് ചെയിൻ ആരംഭിച്ചത് 1940-കളിൽ ബ്രിട്ടീഷുകാരാണ്. പിൽക്കാലത്ത് അതിൻ്റെ പ്രവർത്തനം നിലച്ചപ്പോഴാണ് AK ഗോപാലൻ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കുന്നത്. ആദ്യ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത് 1957 ഡിസംബർ 27 ന്യൂഡൽഹിയിലാണ്. ആദ്യ കോഫി ഹൗസ് പ്രവർത്തനം ആരംഭിച്ചത് 1957 ഡിസംബർ 27-നാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ വ്യവസായത്തെക്കുറിച്ചാണ്. പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. എന്നാൽ പേപ്പർ മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. അപ്പോൾ പേപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര, പേപ്പർ മില്ലുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് സ്ഥാപിതമായത് സെറാംപൂർ, പശ്ചിമ ബംഗാളാണ്. 1812 സെറാംപൂർ, പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക പേപ്പർ മില്ല് സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ മില്ല് എവിടെയാണ്? ബെല്ലാർപൂർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ പേപ്പർ മിൽ ബെല്ലാർപൂർ, മഹാരാഷ്ട്ര. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാനഗർ, മധ്യപ്രദേശ്. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽസ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാനഗർ, മധ്യപ്രദേശ്. ആദ്യ ന്യൂസ് പ്രിന്റ് മിൽ സ്ഥാപിതമായത് നേപ്പാനഗർ. ആദ്യത്തെ ന്യൂസ് പ്രിന്റ് മിൽ സ്ഥാപിതമായത് നേപ്പാനഗർ. നാഷണൽ ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ മിൽ സ്ഥിതി ചെയ്യുന്നത് നേപ്പാനഗർ, മധ്യപ്രദേശാണ്. ഫോട്ടോ പേപ്പർ, ഫിലിംസ് ഇവയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന, ഇവയൊക്കെ നിർമ്മിക്കുന്നത് എവിടെയാണ്? ഉദ്യോഗമണ്ഡൽ, തമിഴ്നാട്. ഫോട്ടോ പേപ്പർ, ഫിലിംസ് എന്നിവ നിർമ്മിക്കുന്നത് ഉദ്യോഗമണ്ഡൽ, തമിഴ്നാടാണ്. അപ്പോൾ ഇത്രയാവുമ്പോഴേക്കും പേപ്പർ വ്യവസായവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പട്ടുനൂൽ അഥവാ സിൽക്ക് വ്യവസായത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് പട്ടുനൂൽ അഥവാ സിൽക്ക് വ്യവസായത്തെക്കുറിച്ചാണ്. പട്ടുനൂൽ വ്യവസായത്തിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. പട്ടുനൂൽ വ്യവസായത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. പട്ടുനൂൽ വ്യവസായത്തിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ പട്ടുനൂൽ വ്യവസായത്തിൽ 1-ാം സ്ഥാനം ചൈന, 2-ാം സ്ഥാനം ഇന്ത്യ. പട്ടുനൂൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. പട്ടുനൂൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ആദ്യത്തെ ആധുനിക രീതിയിലുള്ള സിൽക്ക് ഫാക്ടറി, ആദ്യത്തെ ആധുനിക രീതിയിലുള്ള പട്ടുനൂൽ ഫാക്ടറി സ്ഥാപിതമായത് ഹൗറ 1832. ആദ്യത്തെ ആധുനിക രീതിയിലുള്ള പട്ടുനൂൽ ഫാക്ടറി സ്ഥാപിതമായത് ഹൗറ 1832. ആസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം സിൽക്കാണ് മുഗാ സിൽക്ക്. മുഗാ സിൽക്ക് ആസാമിൽ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം പ്രത്യേകതരം സിൽക്കാണ്. സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ബംഗളൂരു ആണ് സെൻട്രൽ സിൽക്ക് ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ സെൻട്രൽ സിൽക്ക് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ബാംഗ്ലൂർ 2 ആസ്ഥാനങ്ങളാണ്: സെൻട്രൽ സിൽക്ക് ബോർഡ്, സെൻട്രൽ സിൽക്ക് കോർപ്പറേഷൻ. അപ്പോൾ ഇതോടെ പട്ടുനൂൽ വ്യവസായത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചണ വ്യവസായത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചണ വ്യവസായത്തെക്കുറിച്ചാണ്. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരിനമാണ് ചണം. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്ന നാരിനമാണ് ചണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം ബംഗ്ലാദേശാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന 2ാമത്തെ രാജ്യം ബംഗ്ലാദേശ്.
ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ, രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. അപ്പോൾ ചണം ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഒരിക്കൽ കൂടി പറയാം, ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ, രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. ചണം ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിതമായത് റിഷ്റ. 1855 റിഷ്റയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ചണമില്ല് സ്ഥാപിതമായത്. ചണം കയറ്റുമതി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യയിലെ തുറമുഖമാണ് കൊൽക്കത്ത. ചണം കയറ്റുമതി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് കൊൽക്കത്ത. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്, കാരണം ചണം ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം കൊൽക്കത്തയാണ്. അവിടെ തന്നെയാണ്, കൊൽക്കത്തയിൽ തന്നെയാണ് ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇനി ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1971. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1971. ഇതിൽ നമ്മൾ 2 വർഷമാണ് പറയുന്നത്. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ചണ മില്ല് സ്ഥാപിതമായത് റിഷ്റ 1855. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1971. അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും ചണ വ്യവസായത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാര വ്യവസായത്തെക്കുറിച്ചാണ്. നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചസാര വ്യവസായത്തെക്കുറിച്ചാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബ. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബ. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. 2 സംസ്ഥാനങ്ങളും പഠിച്ചു വയ്ക്കുക. നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ഉത്തർപ്രദേശ് മാത്രമാണ്. പക്ഷേ ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും 66% ഷുഗർ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര രണ്ടും ഓർത്തു വയ്ക്കുക. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. PSCയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കി ആൻസർ എഴുതാൻ ശ്രമിക്കുക. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ്. ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായമാണ് പഞ്ചസാര വ്യവസായം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വ്യവസായം നമുക്കറിയാം, പരുത്തി വ്യവസായമാണ്. അപ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം പഞ്ചസാര വ്യവസായം. ഇത് മറക്കാതെ തന്നെ പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായം ബേട്ടിയ, ബീഹാർ 1840. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായം ബേട്ടിയ, ബീഹാർ 1840. ബേട്ടിയ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായം നടന്നത്. ബീഹാറിലെ ബേട്ടിയ 1840. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇപ്പോഴും ഉത്തർപ്രദേശ് തന്നെയാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം ഉത്തർപ്രദേശ്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങളാണ് സാൻഗ്ലി, ഗോൽഹാപൂർ, നാസിക്. ഒരിക്കൽ കൂടി, സാൻഗ്ലി, കോൽഹാപൂർ, നാസിക്. ഈ 3 സ്ഥലങ്ങളിലാണ് മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ. അപ്പോൾ പഞ്ചസാര വ്യവസായത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീൽ. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബ. ഇന്ത്യയിലെ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായം പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചസാര വ്യവസായം ബേട്ടിയ, ബീഹാർ 1840.
ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. മഹാരാഷ്ട്രയിലെ പ്രധാന പഞ്ചസാര വ്യവസായ കേന്ദ്രങ്ങൾ സാൻഗ്ലി, കോൽഹാപൂർ, നാസിക്. 2 സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞു. നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ. ഇത്രയും ആകുമ്പോൾ പഞ്ചസാര വ്യവസായം കഴിയുകയാണ്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് ക്ഷീര വ്യവസായം. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ക്ഷീര വ്യവസായത്തെക്കുറിച്ചാണ്. ക്ഷീര വ്യവസായം എന്ന് പറയുമ്പോൾ പാലുൽപ്പന്നങ്ങൾ, പാലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആനന്ദ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആനന്ദ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ, ഹരിയാന. അപ്പോൾ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആണെങ്കിൽ ആനന്ദ്, ഗുജറാത്ത്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കർണാൽ. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നാൽ കർണാൽ, ഹരിയാന. ക്ഷീരോൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ക്ഷീരോൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പോൾ ക്ഷീര വ്യവസായം ഒരിക്കൽ കൂടി പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ആനന്ദ്, ഗുജറാത്ത്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ, ഹരിയാന. ക്ഷീരോൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ പദ്ധതി ഓപ്പറേഷൻ ഫ്ലഡ്. അപ്പോൾ ഇതോടുകൂടി ക്ഷീര വ്യവസായം ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പിളി വ്യവസായത്തെക്കുറിച്ചാണ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പിളി വ്യവസായമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ആധുനിക രീതിയിലുള്ള കമ്പിളി വ്യവസായ മില്ല് ആദ്യമായി ആരംഭിച്ചത് ലാൽ ഇൽമയിൽ, കാൺപൂരിലാണ്. ആധുനിക രീതിയിലുള്ള കമ്പിളി വ്യവസായ മില്ല്, ആദ്യത്തെ കമ്പിളി വ്യവസായ മില്ല് ആരംഭിച്ചത് ലാൽ ഇൽമയിൽ, കാൺപൂർ, 1876. കാൺപൂരിലെ ലാൽ ഇൽമിയിൽ എന്ന സ്ഥലത്താണ് 1876. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓസ്ട്രേലിയ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദനം നടക്കുന്ന ഇന്ത്യയിലെ 2 സ്ഥലങ്ങളാണ് ഡാറിവോൾ, ലുധിയാന, പഞ്ചാബ്. ഡാറിവോൾ, ലുധിയാന, പഞ്ചാബ്. ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദനം നടക്കുന്ന ഇന്ത്യയിലെ 2 സ്ഥലങ്ങളാണ് ഡാറിവോൾ, ലുധിയാന. ഏറ്റവും കൂടുതൽ കമ്പിളി വ്യവസായം നടക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കശ്മീർ. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കശ്മീർ. പവർ ലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട് റൈറ്റ്. പവർ ലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട് റൈറ്റ്. അപ്പോൾ കമ്പിളി വ്യവസായത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കൽ കൂടെ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. ആധുനിക രീതിയിലുള്ള ആദ്യ കമ്പിളി വ്യവസായ മില്ല് ആരംഭിച്ചത് കാൺപൂരിലാണ്. അത് കാൺപൂരിലെ ലാൽ ഇൽമയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് 1876. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഓസ്ട്രേലിയ. സുവർണ കമ്പിളിയുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഓസ്ട്രേലിയ. ഇന്ത്യയിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദനം നടക്കുന്നത്? ഡാറിവോൾ, ലുധിയാന.
കമ്പിളി വ്യവസായം നടക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കാശ്മീർ. പവർലൂം കണ്ടെത്തിയത് എഡ്മണ്ട് കാർട്ട് റൈറ്റ്. നമുക്ക് കുറച്ച് വ്യവസായ കേന്ദ്രങ്ങൾ, പ്രശസ്തമായ നഗരങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യവസായ കേന്ദ്രങ്ങൾ പറയാം. ജബൽപൂർ മധ്യപ്രദേശ്, ലെൻസിന് വളരെ പ്രശസ്തമായ വ്യവസായ കേന്ദ്രം സ്ഥലമാണ് ജബൽപൂർ മധ്യപ്രദേശ്. അടുത്ത ഖേത്രി രാജസ്ഥാൻ, ചെമ്പ്. ഫിറോസാബാദ് ഉത്തർപ്രദേശ്, ഗ്ലാസ്. സിന്ദ്രി ജാർഖണ്ഡ്, രാസവളം. റാണിഗഞ്ച് പശ്ചിമ ബംഗാൾ, കൽക്കരി. ലുധിയാന പഞ്ചാബ്, സൈക്കിൾ. ധരിവാൾ പഞ്ചാബ്, കമ്പിളി. ജലന്ധർ പഞ്ചാബ് സ്പോർട്സ് ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്പോർട്സ് ഉപകരണങ്ങൾ. നമുക്ക് കശുവണ്ടി വ്യവസായത്തെക്കുറിച്ച് പറയാം. കശുവണ്ടി വ്യവസായം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ. എന്നാൽ കശുവണ്ടി ഫാക്ടറികളുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കൊല്ലമാണ്. കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊല്ലം. കശുവണ്ടിയുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പുട്ടൂർ, കർണാടക. അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ കാഷ്യൂ സ്ഥിതി ചെയ്യുന്നത് ആനക്കയം, മലപ്പുറം. കേരളത്തിലെ കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ്റെ ആസ്ഥാനം മടക്കത്തറ, തൃശ്ശൂർ. അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ ഫോർ കാഷ്യൂ സ്ഥിതി ചെയ്യുന്നത് ആനക്കയം, മലപ്പുറം. കേരളത്തിലെ കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ്റെ ആസ്ഥാനം മടക്കത്തറ, തൃശ്ശൂർ. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, മലപ്പുറം. കാഷ്യൂ വർക്ക്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം കൊല്ലം. കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊല്ലം. അപ്പോൾ നമ്മളൊരു 6 സ്ഥാപനം കശുവണ്ടിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ ഈ 6 സ്ഥാപനങ്ങളും പറയാം. കേരള സ്റ്റേറ്റ് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊല്ലം. കാഷ്യൂ വർക്ക്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം കൊല്ലം. ആനക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് 2 കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ കാഷ്യൂ സ്ഥിതി ചെയ്യുന്നത് ആനക്കയം, മലപ്പുറത്ത്. ഇനി ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം പുട്ടൂർ, കർണാടക. കേരളത്തിലെ കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ്റെ ആസ്ഥാനം മടക്കത്തറ, തൃശ്ശൂർ. അപ്പോൾ ഇത്രയാവുമ്പോൾ കശുവണ്ടി വ്യവസായത്തെക്കുറിച്ച് നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇരുമ്പുരുക്ക് വ്യവസായത്തെക്കുറിച്ചാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ നമ്മൾ പറയാൻ ഒത്തിരി പോയിൻറ്റ്സുകൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ പ്രിലിംസിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം പോർട്ടോ-നോവ 1830. ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം പോർട്ടോ-നോവ 1830. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജംഷഡ്പൂർ. അതുപോലെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ, ജാർഖണ്ഡ്.
ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂർ, ജാർഖണ്ഡ്. ഈ ടിസ്കോയുടെ ആസ്ഥാനം മുംബൈ. ടിസ്കോ അതായത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുടെ ആസ്ഥാനം മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ബൊക്കാറോ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ സ്റ്റീൽ പ്ലാന്റ് ഭിലായ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് കുൾട്ടി, പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് കുൾട്ടി, പശ്ചിമ ബംഗാൾ. പൊതുമേഖലയിലെ ആദ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. പൊതുമേഖലയിലെ ആദ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ പൊതുമേഖല ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക. വിജയനഗർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, പൊതുമേഖലയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതി, കർണാടകയിലാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാവതി, കർണാടക. ഇനി വളരെ റീസെൻ്റായിട്ട് ചോദിച്ച ഒരു PSC ക്വസ്റ്റ്യൻ ആണ്, റിസർവ് ഡ്രൈവർ KSRTCക്ക് ചോദിച്ച. ജാർഖണ്ഡിലെ ഝാറിയ പ്രദേശം ഏതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൽക്കരി. ജാർഖണ്ഡിലെ ഝാറിയ പ്രദേശം ഏതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൽക്കരി. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായം പ്രധാന പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇന്ത്യയിൽ തന്നെ വേറെ കുറച്ച് മറ്റ് പ്രധാനപ്പെട്ട വ്യവസായങ്ങളെക്കുറിച്ചുള്ള കുറച്ച് റാൻഡം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റു വ്യവസായങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ്. യുറേനിയം ഖനനത്തിന് പ്രശസ്തമായ ജാർഖണ്ഡിലെ ഖനി ജാദുഗുഡ ഖനി. യുറേനിയം ഖനനത്തിന് പ്രശസ്തമായ ജാർഖണ്ഡിലെ ഖനി ജാദുഗുഡ ഖനി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇറ്റലി. ലോകത്തിൻ്റെ ഗ്രാനൈറ്റ് നഗരം അംബർദീൻ, സ്കോട്ട്ലാൻഡ്. ലോകത്തിൻ്റെ ഗ്രാനൈറ്റ് നഗരം അംബർദീൻ, സ്കോട്ട്ലാൻഡ്. ലോകത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോ. ലോകത്തിൻ്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന രാജ്യം മെക്സിക്കോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഫിറോസാബാദ്, ആഗ്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത് ഫിറോസാബാദ്, ആഗ്ര. ലോകത്തിൽ ഏറ്റവും അധികം സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ലോകത്തിൽ ഏറ്റവും അധികം സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചിലി. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കസാക്കിസ്ഥാൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കസാക്കിസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മറ്റു ചില വ്യവസായങ്ങളെക്കുറിച്ചുള്ളത്. പ്രശസ്തമായ ഒറാപ്പ വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ബോട്സ്വാന. പ്രശസ്തമായ ഒറാപ്പ വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ബോട്സ്വാന. പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക. പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിലെ പ്രധാന വജ്രഖനി പന്ന, മധ്യപ്രദേശ്.
പൊതുമേഖലയിലെ ആദ്യ രാസവള നിർമ്മാണ കേന്ദ്രം സിന്ദ്രി, ജാർഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം റാണിപേട്ട്, തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ച സ്ഥലം റാണിപേട്ട്, തമിഴ്നാട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിത് പഠിച്ചു വെക്കണം. അതിലേക്ക് കടക്കുന്നു. വിശ്വേശ്വരയ്യ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായതെന്ന്? 1923. വിശ്വേശ്വരയ്യ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായത് 1923. ഇന്ത്യയിൽ ആദ്യമായി സിമൻറ്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി സിമൻറ്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് ചെന്നൈ. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഏത് ലോഹത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യക്ക് 1-ാം സ്ഥാനം? അഭ്രം. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഏത് ലോഹത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യക്ക് 1-ാം സ്ഥാനം? അഭ്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്? 1956-61. ഭിലായ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്? 1956-61. ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ 1959 സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല റൂർക്കേല ഇരുമ്പുരുക്ക് ശാല. ജർമ്മനിയുടെ സാമ്പത്തിക സഹായത്തോടെ 1959 സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല റൂർക്കേല ഇരുമ്പുരുക്ക് ശാല. ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? 2. ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് 2 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് തുടക്കം കുറിച്ച പ്രദേശം? പോർട്ടോ നോവ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം? 1923. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 2-3 എക്സാമിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം 1923. അപ്പോൾ ഇത്രയുമാണ് വ്യവസായവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരളവുമായി ബന്ധപ്പെട്ട വ്യവസായത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് എല്ലാം ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമുക്കറിയാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട വ്യവസായത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. എന്നാൽ ഹാൻവീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ. ഹാൻഡെക്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം, ഹാൻവീവിൻ്റെ ആസ്ഥാനം കണ്ണൂർ. ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിച്ചത് ആരാണ്? നരേന്ദ്രമോദി. 2015 ഓഗസ്റ്റ് 7 മുതലാണ് ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. അപ്പോൾ ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 അത് പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദിയാണ്. 2015 ഓഗസ്റ്റ് 7 മുതലാണ് ദേശീയ കൈത്തറി ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. ഈ കൈത്തറി ദിനത്തിൻ്റെ പ്രഖ്യാപനത്തിന് പ്രേരക ശക്തിയായ ചരിത്ര പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. അത് 1905 ഓഗസ്റ്റ് 7 വന്നത്. കൈത്തറി ദിനത്തിൻ്റെ പ്രഖ്യാപനത്തിന് പ്രേരക ശക്തിയായ ചരിത്ര പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം 1905 ഓഗസ്റ്റ് 7. ആരുടെ കാലത്താണ് ആധുനിക രീതിയിലുള്ള കയർ ഫാക്ടറി ആലപ്പുഴയിൽ ആരംഭിച്ചത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആധുനിക രീതിയിലുള്ള കയർ ഫാക്ടറി ആലപ്പുഴയിൽ ആരംഭിച്ചത്. കയർ ബോർഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി.
കയർ ബോർഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചി. എന്നാൽ കയർ ഫെഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴ. അപ്പോൾ മാറിപ്പോവരുത്. കയർ ബോർഡ് കൊച്ചി, കയർ ഫെഡ് ആലപ്പുഴ. നമ്മൾ നേരത്തെ പറഞ്ഞു കശുവണ്ടി വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലമാണ്. എന്നാൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ. അപ്പോൾ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം, കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ണൂർ. ഇനി നമുക്ക് കുറച്ച് പദ്ധതികൾ ഡിസ്കസ് ചെയ്യാം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാ മത്സ്യഗ്രാമം. മത്സ്യഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി മാതൃകാ മത്സ്യഗ്രാമം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഉൾനാടൻ മത്സ്യസമ്പന്നത വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ പദ്ധതി ഒരു നെല്ലും ഒരു മീനും. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. മീൻപിടുത്തത്തിനിടയിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. മീൻപിടുത്തത്തിനിടയുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളെ ഉപഗ്രഹ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന സംവിധാനം സെർച്ച് ആൻഡ് റെസ്ക്യൂ ബീക്കൺ. വ്യാവസായിക യൂണിറ്റുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എറണാകുളം. എന്നാൽ വ്യാവസായിക യൂണിറ്റുകളുള്ള ഏറ്റവും കുറവ് വ്യാവസായിക യൂണിറ്റുകളുള്ള കേരളത്തിലെ ജില്ല വയനാട്. ഒരിക്കൽ കൂടി, ഏറ്റവും കൂടുതൽ വ്യാവസായിക യൂണിറ്റുകളുള്ള കേരളത്തിലെ ജില്ല എറണാകുളം, ഏറ്റവും കുറവ് വ്യാവസായിക യൂണിറ്റുകളുള്ള കേരളത്തിലെ ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ ചെറുകിട സംരംഭകർ ഉള്ള കേരളത്തിലെ ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ ചെറുകിട സംരംഭകർ ഉള്ള കേരളത്തിലെ ജില്ല എറണാകുളം. അതിൽ രണ്ടാം സ്ഥാനം തൃശ്ശൂരിനാണ്. ഏറ്റവും കൂടുതൽ വ്യാവസായിക തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. ഏറ്റവും കൂടുതൽ വ്യാവസായിക തൊഴിലാളികളുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ വ്യാവസായിക യൂണിറ്റുകൾ ഉള്ളത് എറണാകുളമാണ്. എന്നാൽ പൊതുമേഖലയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ വ്യാവസായിക യൂണിറ്റുകൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഏറ്റവും കൂടുതൽ പൊതുമേഖലയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ വ്യാവസായിക യൂണിറ്റുകൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. ഒരിക്കൽ കൂടി പറയാം. ഏറ്റവും കൂടുതൽ വ്യാവസായിക യൂണിറ്റുകൾ ഉള്ള കേരളത്തിലെ ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ വ്യാവസായിക യൂണിറ്റുകളുള്ള കേരളത്തിലെ ജില്ല എറണാകുളം. പൊതുമേഖലയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ വ്യാവസായിക യൂണിറ്റുകൾ ഉള്ളത് തിരുവനന്തപുരം. ഏറ്റവും കുറവ് വ്യാവസായിക യൂണിറ്റുകൾ ഉള്ളത് വയനാട്. ഏറ്റവും കൂടുതൽ വ്യാവസായിക തൊഴിലാളികൾ ഉള്ളത് കൊല്ലം. ഏറ്റവും കൂടുതൽ ചെറുകിട സംരംഭകർ ഉള്ളത് എറണാകുളം. അതിൽ രണ്ടാം സ്ഥാനം തൃശ്ശൂർ. ടൂറിസത്തെ ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. 1986. ടൂറിസത്തെ ഒരു വ്യവസായമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 1986. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സിഡ്കോയുടെ ആസ്ഥാനം തിരുവനന്തപുരം.
സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സിഡ്കോ തിരുവനന്തപുരം. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കിൻഫ്ര തിരുവനന്തപുരം. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കിൻഫ്ര തിരുവനന്തപുരം. കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ കിറ്റ്കോ കൊച്ചി. കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ കിറ്റ്കോ കൊച്ചി. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 ജില്ലകളിലുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. വ്യവസായ വകുപ്പിൻ്റെ ഉന്നമനത്തിനായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ കേരള. വ്യവസായ വകുപ്പിൻ്റെ ഉന്നമനത്തിനായി കേരള ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ കേരള. ഇതോടുകൂടി വ്യവസായവുമായി ബന്ധപ്പെട്ട നമ്മൾ പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ടതും നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടതുമായ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.